പ്പെട്ട മൂന്ന് രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികളോട് ചോദിക്കാൻ എനിക്കുള്ളത്, ഒന്ന്, പ്രതികളെന്നായോ എന്നൊരു സംശയം. പ്രതിനിധികൾ. അതെ അതെ, പ്രതിനിധികൾ. ആദ്യമായി ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ സതീഷിനോടാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ഒരു മറുപടി പറഞ്ഞു CPIയെ കുറിച്ച്. ഈ 10 വർഷക്കാലം കേരളത്തിലെ ഇരട്ടച്ചങ്കനായ സഖാവ് പിണറായി സർക്കാർ എന്തേ നിങ്ങൾ 2016 മുതൽ ഇങ്ങോട്ട് 2025 വരെ ഏതെങ്കിലും ഒരു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ച് ഏതെങ്കിലും ഒരു അഴിമതി, ഏതെങ്കിലും ഒരു വിജിലൻസ്, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതെ, ഞാൻ കോൺഗ്രസ്സുകാരോടാണ് അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. മറ്റൊന്ന് ഈ പാലക്കാട് ജില്ലക്കകത്ത് 183 വാർഡുകളിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല. മറ്റൊന്ന് BJP അദ്ദേഹത്തോടാണ്. ചോദ്യമായിട്ടില്ല, ഇവിടെ സഖാവ് ഭരണപരിഷ്കാര കമ്മീഷൻ ബഹുമാനപ്പെട്ട സഖാവ് VS ഈ മേൽപ്പാലത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഈ പാലം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ചോദ്യം 60 ലക്ഷം കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ ഈ പാലം നിർമ്മിക്കുന്നത്. ചോദ്യമാണത്. എന്തുകൊണ്ട് കേന്ദ്രത്തിന് ഒരു നയാ പൈസ പോലും ഈ BJPയുടെ ഗവൺമെന്റിന് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല? അത് മാത്രമല്ല മറ്റൊന്ന് ഈ തൊട്ടടുത്ത് കിടക്കുന്ന ശബരി ആശ്രമത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ബഹുമാനായ AK ബാലൻ സാംസ്കാരിക പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് 3 കോടി രൂപ കൊടുത്ത് ഈ ഇപ്പോ കാണുന്ന ഈ ശബരി ആശ്രമം ഭൂമിയിലേക്ക് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തിയത്. എന്തുകൊണ്ട് ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് കൊടുത്തില്ല? അടുത്ത ചോദ്യം. ചോദിച്ചോളൂ. ഒരു നിമിഷം. അല്ല, ഇതിന് മറുപടി ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 3 മറുപടി. ഒന്ന്, ആദ്യം ചോദിച്ചു, ഇവിടെ CPMന്റെ ആർക്കെങ്കിലും എതിരെ കഴിഞ്ഞ 10 വർഷമായി എന്തെങ്കിലും അഴിമതി ആരോപണം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ പറയാം, ചേട്ടാ ഏതെങ്കിലും മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരില്ല. അതുകൊണ്ട് മന്ത്രിയെ കുറിച്ച് പറയാം. ഒരു മന്ത്രിമാരെ കുറിച്ചും കേൾക്കൂ ചേട്ടാ, കേൾക്കണ്ടേ? ഇവിടെ ഒരു മന്ത്രിയെ കുറിച്ചും ഒരു അഴിമതി ഇല്ല എന്ന് പറഞ്ഞു. സന്തോഷം, അഴിമതിയില്ല. കാരണം എന്തറിയോ? നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്താലല്ലേ അഴിമതി വരുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും പദ്ധതി കൊണ്ടുവന്നാലല്ലേ അഴിമതി വരിക. 2, പിന്നെ ഇവിടെ ഈ മേൽപ്പാലത്തെ, ഒരു മിനിറ്റ് ചേട്ടാ, നിങ്ങൾ ഓരോന്നിനും എണീക്കണ്ട. ഈ സ്വാഭാവികമായിട്ട് കണക്ക് മാഷിനെ കാണുമ്പോൾ കുട്ടികൾ പേടിച്ച് വൃദ്ധയോട് എണീക്കും. ഞാൻ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഇവിടെ ഈ മേൽപ്പാലത്തെ കുറിച്ച് പറഞ്ഞു. മേൽപ്പാലത്തിന്റെ കാര്യത്തില് ഈ കരാർ കമ്പനി ഈ മേൽപ്പാലം ഏതാണ്ട് 600 മീറ്ററിനടുത്ത് വരുന്നുണ്ട്. ഈ 600 മീറ്റർ വരുന്നതിൽ ഏതാണ്ട് 60 മീറ്റർ മാത്രം, 600-ൽ താഴെ വരുന്നത്, 550-600 മീറ്റർ വരുന്നത്. 60 മീറ്ററാണ് റെയിൽവേയുടെ ഭാഗമായിട്ട് വരുന്നത്. റെയിൽവേൻ്റെ ഭാഗമായിട്ട് വരുന്നതിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണം. അതിനുശേഷം മാത്രം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. 60 മീറ്ററിൽ ഏതാണ്ട് 95% പണികളും പൂർത്തിയായിട്ട് ഇവിടുന്ന് നടന്നു പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ബാക്കിയുള്ള 550 മീറ്റർ പണി ഇവിടെ ഈ കേരള സർക്കാർ ഈ പാലത്തിൻ്റെ കരാർ കമ്പനിയായ RBDCക്ക് പണം നൽകാത്തത് കൊണ്ട് കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പരാതി എത്തി, പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് പരാതി എത്തി,
കളക്ടറുടെ ചേംബറിനകത്ത് വളരെ വിശദമായി പറഞ്ഞു, ഈ കരാറ് കമ്പനിക്ക് പിണറായി വിജയൻ സർക്കാർ കോടികൾ കൊടുക്കാനുണ്ടെന്നും ആ കൊടുക്കാത്ത പണം കാരണമാണ് ഇവിടുത്തെ കൂലിത്തൊഴിലാളികളടക്കം ഈ കരാറ് കമ്പനിയുടെ പണി ഉപേക്ഷിച്ചുകൊണ്ട് ബംഗാളിലേക്കും തമിഴ്നാട്ടിലേക്കും തിരിച്ചുപോയതെന്നും ഈ കരാറ് കമ്പനിക്ക് നിങ്ങൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് ഒരു മിനിറ്റ് ആ കരാറ് പണിയുടെ തൊഴിലാളികൾ ഇവിടുത്തെ കടക്കാർക്ക് വരെ 500, 1000, 2000 കടം വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തെ പണി നിങ്ങൾ എന്ന് പൂർത്തിയാക്കുമെന്ന് പിണറായി വിജയനോടൊന്ന് മറുപടി പറയാൻ പറയണം. ഇനി റെയിൽവേന്റെ പണി 95% നിങ്ങൾ ഇവിടെ നിന്ന് പോയി നോക്കിക്കോളൂ. റെയിൽവേന്റെ പാളം വരുന്ന 60 മീറ്ററിലെ 95% പണിയും പൂർത്തിയാക്കിയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രഭാകരേട്ടനോട് ഇടയ്ക്കൊന്ന് കോട്ടുവായി വിടാതെ പിണറായി വിജയനോട് എപ്പോ തീർക്കും ഈ പണിയെന്ന് ഒന്ന് ചോദിക്കാൻ പറയണം. മുരളീധരൻ ഇങ്ങനെ ആവേശഭരിതനായിട്ട് ഇരിക്കുകയാണ്. മുരളീധരൻ പറഞ്ഞോളൂ, എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? എന്തായാലും പ്രശാന്ത് ശിവൻ വളരെ വ്യക്തമായി നുണ പറഞ്ഞ ആളുകളെ പറ്റിക്കും എന്നുള്ളത് ബോധ്യമായി. പ്രശാന്ത് പറഞ്ഞത് മുഴുവൻ കേട്ടു. പ്രശാന്ത് 60 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ട് 60 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ട് കെട്ടിവെച്ചിട്ടാണ് ഈ പണി ആരംഭിച്ചത്. ആരാണ് വഹിക്കുന്നത്? റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ നിയന്ത്രണം ആർക്കാ? CPM-നാണോ? CPI-ക്കാണോ? പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന അല്ല, കേന്ദ്രത്തിലെ ഭരണമുന്നണിയും ആണ് റെയിൽവേന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവർക്കൊരു ഉദ്ദേശമേ ഉള്ളൂ, ഇവിടെ ഒരു പാർട്ടി ഉണ്ടാക്കണം. ഇവിടെ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണത്തിനെ കുറ്റം പറയണമെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തരുത്. വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ, ഈ മേൽപ്പാലം വരാതിരിക്കാൻ BJP-യുടെ കേന്ദ്രങ്ങളിൽ നിന്നും വന്നിട്ടുള്ള തെറ്റായ ഇടപെടലുകളാണ്. ആ ഇടപെടലിനെതിരെ ഈ സ്ഥലം ഇത് കവല പ്രസംഗമല്ല. തെറ്റായ BJP എന്തിടപെടൽ നടത്തി പറയണം. എവിടെ വായ കൊണ്ട് എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് എവിടെയാണ്? ഒരു വായ കൊണ്ട് കവല പ്രസംഗമല്ല. പോയിരുന്ന് ഒരു ധാരണ എത്തിയിട്ടുണ്ട്. ഡിസംബർ 31 മുമ്പ് ഈ പാലം തുറന്നു കൊടുക്കാമെന്നുള്ളത്. ഇതിനാരാണ് ഡിസംബർ 31 ഇതിനാരാ തടസ്സം? ഡിസംബർ 31 മുമ്പ് തീരുന്നതാണോ? ഇതിന്റെ തടസ്സം എന്ന് പറയുന്നത് BJP-ആണ്. BJP-ആണ്. യാതൊരു തടസ്സവുമില്ല. മുഴുവൻ തുകയും ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 31 മുമ്പ് ഈ പാലം പണി തീരുന്നാണോ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് കൂടി വിചാരിക്കണം. അല്ല, ഒരു മിനിറ്റ് ഞാനതിന് പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞു BJP-യുടെ ഭാഗത്ത് നിന്ന് ഈ പാലത്തെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിനെ മുടക്കാൻ വേണ്ടി BJP ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹം ഈ ചർച്ച തീരുന്നവരെ സമയം എടുത്തോട്ടെ, വേണമെങ്കിൽ നാളെ എടുത്തോട്ടെ, അദ്ദേഹം തെളിയിച്ചാൽ ഈ പരിപാടി ഞാൻ ഇവിടെ വെച്ച് BJP ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ MLA മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി തലയിൽ ചുട്ടിയും പുള്ളിയും കൊത്തിച്ചിട്ട് ഈ വഴിയോട് നടത്തേണ്ടി വരും. ഞാനിത് ചെയ്യാൻ തയ്യാറാണ്. BJP ഇത് മുടക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യാൻ തയ്യാറാണ്. പ്രശാന്ത് ശിവൻ പോയത് വെല്ലുവിളികൾ പ്രശാന്ത് ശിവൻ സ്ഥിരമായി പുള്ളി തെളിവ് പറയട്ടെ. ഈ മേൽപ്പാലം ആരും മുടക്കിയാലും ഒരു നിമിഷം മുരളീട്ട ഇപ്പോഴും പഴയ കോട്ട മൈതാനി തന്നെയാണ് നിൽക്കുന്നത്. അതല്ല, ഒരു മിനിറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വികസനത്തിന് സാധ്യതയാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുരളിയേട്ടനെ തെറ്റുവേണ്ട കാര്യമില്ല. CPM കഴിഞ്ഞ ഹാങ് ഓവർ ഇനി എണീറ്റിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുവേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ വെല്ലുവിളിയല്ല നടത്തിയത്, ഇദ്ദേഹം പറഞ്ഞ കാര്യം തെളിയിക്കണം. ഇത് കവല പ്രസംഗമല്ല. പുള്ളി തെളിയിക്കട്ടെ. റെയിൽവേ ആണ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് ആ പണി ചെയ്യേണ്ടത്. ആ പണി റെയിൽവേയുടെ പണിയെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കേരള സർക്കാർ ഇത് ആരോപണങ്ങള് 2 എണ്ണമാണ് പ്രധാനമായും. അപ്പൊ അത് തെളിയിക്കേണ്ടത് ബാധ്യത അങ്ങേക്കുണ്ട് എന്നാണ് ശ്രീ പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇതിൽ രണ്ടാമത്തെ കാര്യം എനിക്ക് തരണ്ട.
ധൈര്യമായിട്ട് അദ്ദേഹം കാണിച്ചോട്ടെ. BJP ഇത് അട്ടിമറിക്കാൻ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ പാലത്തെ തകർക്കാൻ, അട്ടിമറിക്കാൻ BJP ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാദത്തോട് 100% യോജിച്ചുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ ഉള്ളതിന്റെ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടണം. ഇല്ലാതെ കവല പ്രസംഗമല്ല ഇത്. ഇത് കേട്ട് കൈയടിക്കാൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് വരും.